ഷഹബാസ് ഷെരീഫ് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സത്യമായിരിക്കുന്നേ എന്ന് പറഞ്ഞാൽ അത്രയും കഴിവുകെട്ട പ്രധാനമന്ത്രിയാണ്. നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. അത്രയും കഴിവുകെട്ട ഒരു ഭരണ സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഫ്രജൈലായ രാജ്യമാണ്. 5-6 സൈഡിൽ നിന്നും 5-6 ശക്തികൾ ചേർന്ന് ഭരണം നിയന്ത്രിക്കുന്ന പ്രവിശ്യാ ഭരണവും തീവ്രവാദികളും ഭീകരവാദികളും ഹാഫിസ് സെയ്ദും ലഷ്കർ ഇ തോയ്ബയും ഒക്കെ ചേർന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഭരണം നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഒരു കഴകത്തുമില്ലാത്ത ഒരു രാജ്യമാണ്. പേപ്പട്ടിയാണെങ്കിലും പേപ്പട്ടി നമ്മുടെ സാധാരണക്കാരെ കടിക്കും എന്ന് പറഞ്ഞ് പേപ്പട്ടി അടിച്ചു കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ ഒരിക്കലും ജാതി മതവും നോക്കാറില്ല. അവരാളുകളെ ടെററൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവരെ കാണുന്ന സമയത്ത് അവർ പറയുന്ന രീതിയിൽ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക. ഇങ്ങനെയാണ് ടെററിസം വളരുന്നത്. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അതിനകത്ത് ആക്ച്വലി പേടിപ്പിച്ചുകൊണ്ടാണ് ഈ ടെററിസം വളർത്തുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന എന്താണ്? പേടിപ്പിക്കാനല്ല, അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്തിനാണ് ഹിന്ദുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൊല ചെയ്തിരിക്കുന്നത്. ഈ ശബ്ദം ഇവിടെ ഇന്ത്യയിൽ മുഴുവൻ അലയടിക്കണം. അവന്മാർ വന്ന് ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൊല ചെയ്തു. മോനെ ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്ന് നോക്കട. അതാണ് മുസ്ലിം ടെററിസ്റ്റുകൾ 4 പേരും 5 പേരും ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള എല്ലാ മുസ്ലിംസാണ്. അപ്പൊ ആ ഒരു മുസ്ലിം വന്നിട്ട് ഹിന്ദുവിനെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് കൊല്ലുന്നു എന്നുള്ള പറയുന്ന സമയത്ത് ഭീകരമായിട്ടുള്ളൊരു സാജിഷ്, അതിന്റെ ഒരു നയതന്ത്രമാണ് അവന്മാർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ജനങ്ങൾ ഇളകും. ഇവിടെ നമുക്കൊരു ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും റിഫ്റ്റ് ഉണ്ടാക്കാനുള്ള എല്ലാവിധത്തിലുള്ള പോസിബിലിറ്റീസും അവർ തന്നുകൊണ്ടാണ് ഈ കൊലയെ നടത്തിക്കൊണ്ട് അവർ ഇവിടുന്ന് പോയിരിക്കുന്നത്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. അങ്ങനെയുള്ളവർ ഒരിക്കലും നമ്മുടെ ഗവൺമെന്റിന് വെച്ചിരിക്കാൻ പാടില്ല. അവർ പോയ വഴി തേടി പിടിച്ചുകൊണ്ട് അവർ താമസിക്കുന്ന സ്ഥലമാണെങ്കിലും ശരി, ട്രെയിനിങ് ചെയ്യുന്ന ക്യാമ്പാണെങ്കിലും, അത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് മാത്രമല്ല പാകിസ്ഥാൻ അകത്താണെങ്കിലും ശരി, വി ഷുഡ് ഫിനിഷ് ദം ഓഫ്. അല്ല വെറുതെ പാഠം പഠിപ്പിക്കാനല്ല, ഫിനിഷ് ദം ഓഫ്. ഇവരെവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. സോ മനുഷ്യരാശിക്ക് ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞൊരു ശാപമാണ്. ഇവരെല്ലാം ടെററിസ്റ്റ് എന്ന് പറയുന്നത് ഭീരുക്കളായിട്ടുള്ള ഓരോ വർഗങ്ങൾ ഒളിച്ചിരുന്നുകൊണ്ട് ഫേസ് ഇല്ലാതെ അവിടെയും ഇവിടെയും ലോങ് ഐഡന്റിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആ ആൾക്കാരാണത്. വെറും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു മിലിറ്റന്റ് ഔട്ട്ഫിറ്റിൽ നിന്ന് ഒരിക്കലും നമുക്ക് മിലിറ്റൻസി ആണെങ്കിൽ പോലും അവർക്കും ഒരു ഡീസൻസി കേട്ടോടാ. അന്തസ് വേണോടാ, അന്തസ്. ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും ഭീരുത്വമാണ്. ഒരാളെ പിടിച്ചു നിർത്തിയിട്ട് പോയിന്റ് ബ്ലാങ്കിൽ ഫയർ ചെയ്ത് അത് വലിയ ഗ്രേറ്റ്നെസ് ഒന്നുമല്ല, ആ ആളിന്റെ കാലിബറും അല്ല. അതുകൊണ്ട് അത് ടെററിസത്തിന്റെ ആംഗിളിൽ നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ വേസ്റ്റ് സൈഡ് ഓഫ് ദി ടെററിസം എന്നാണ് നമുക്ക് പറയാൻ. ടെററിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഷുഡ് ഫൈറ്റ് അഗൈൻസ്റ്റ് ദ സെക്യൂരിറ്റി ഫോഴ്സ്. ഓക്കെ, അത് അങ്ങനെ 1-to-1 ഫൈറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ വി ക്യാൻ എഗ്രി ദാറ്റ് ഇസ് എ ടെററിസ്റ്റ് ആക്ടിവിറ്റി. ഇന്ത്യ ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ഈ ടെററിസ്ഥാനേക്കാളൊക്കെ എത്രയോ മടങ്ങ്, ടെററിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവരുത്. ഞാൻ എല്ലായ്പ്പോഴും എല്ലാ ചർച്ചകളിലും പാകിസ്ഥാൻ എന്ന് പേരെടുക്കില്ല, അത് ടെററിസ്ഥാൻ എന്ന് മാത്രമേ ഞാൻ പേരെടുത്ത് പറയാറുള്ളൂ. ഈ ടെററിസ്ഥാന് ഒരു കാരണവശാലും ഇന്ത്യയുടെ ഒരു ലെവലിൽ പോലും എത്താനുള്ള ഒരു സാഹചര്യം. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അമ്പേ പരാജയം. അവിടെ ജിഹാദ് ഫാക്ടറി അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി നിൽക്കേണ്ട വലിയ 2 പതിറ്റാണ്ടിൽ ഉണ്ടായതുപോലെയല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു യുദ്ധം കണ്ടത് 1999-ലാണ്. അത് പാകിസ്ഥാൻ ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് നുഴഞ്ഞു കയറുകയായിരുന്നു. അട്ടടയന്മാരുടെ രൂപത്തിലും മറ്റുമൊക്കെ. ടൈഗർ ഹിൽസ് അടക്കം അവര് ഒക്കുപ്പൈ ചെയ്തതിന് ശേഷം അവരെ തുരത്തുകയും ഇന്ത്യയുടെ ഭാഗം തിരിച്ചു പിടിക്കുകയുമായിരുന്നു ഏറ്റവും ഒടുവിൽ ഉണ്ടായത് കാർഗിലിൽ. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുകച്ച. സമാനമല്ല ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കാം ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു 2-2.5 പതിറ്റാണ്ടിനിടയിൽ ഒരു യുദ്ധം കാണാൻ പോവുകയാണ്. 99-ന് ശേഷം ഒരു യുദ്ധം നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോവുകയാണെന്ന് സാമാന്യമായി മനസ്സിലാക്കണോ? അങ്ങനെ പ്രതീക്ഷിക്കണോ? നമ്മളൊരു യുദ്ധം കാണുക എന്നുള്ളതെല്ലാം വൈകാരികമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് എനിക്ക് തിരിച്ചടിക്കണം. ഇതിവിടെ ഈ ഒരു അമ്പലപ്പറമ്പിൽ നടക്കുന്ന ഒരു പൂരം പോലെ അവിടെയുള്ളൊരു അടിപിടി പോലെ അല്ല അത്. കാരണം ഇതിന് നമ്മൾ അങ്ങോട്ടടിച്ചാലും ഒരു യുദ്ധം വന്നാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ആരും ജയിക്കാറില്ല, 2 സൈഡിലും തോൽവി മാത്രമാണ്.
കാരണം ജനങ്ങളുടെ ജീവിതം പോവും, സമ്പത്തിന് നാശനഷ്ടം, ഇതെല്ലാം വരുന്നുണ്ട്. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. അപ്പൊ ഇതിനെയൊക്കെ ഒരു രാജ്യം, ഇന്നിപ്പോ ഇന്ത്യയെ പോലുള്ള രാജ്യം, എന്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചോദിക്കുക 22-ാം തീയതി നടന്നിട്ടുള്ള ഈ അറ്റാക്കിന് ശേഷം എന്തുകൊണ്ട് റിട്ടാലിയേഷൻ ഉണ്ടായില്ല? ഇറ്റ്സ് നോട്ട് ഓൾ ദാറ്റ് ഈസി. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു റിട്ടാലിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ റിട്ടാലിയേഷൻ ഇപ്പൊ പോവാണെന്ന് വിചാരിച്ചോളൂ. ഇന്നിപ്പോ പെൽഗാമിൽ ഇത് നടന്ന് 22, 23 കയറിയിട്ട് അങ്ങ് അടിക്കാം എന്നുള്ളത് അങ്ങനെയല്ല ഇവിടുത്തെ സിറ്റുവേഷൻസ്. അവൻ പറഞ്ഞ നേരാ. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കണം. സിവിലിയൻസ് ഇൻവോൾവ് ആണ്. കാർഗിൽ സിവിലിയൻസ് വളരെ കുറവായിരുന്നു, ട്രാസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. പക്ഷെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ എല്ലാ സൈഡിലും സിവിലിയൻസ് ഉണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അപ്പോൾ ഒരു ബോംബാർഡ്മെന്റോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇത് സിവിലിയൻസിനെയാണ് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ ഗവൺമെന്റ് അത് സമ്മതിക്കില്ല. ബിക്കോസ് ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ 29-28 പേര് മരിച്ചിട്ടുള്ളതിന്റെ അതിന്റെ ആഘാതം ഇന്നും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു യുദ്ധം വന്നിട്ട് നിഷ്കളങ്കരായിട്ടുള്ള ആ വില്ലേജുകാർ മരിക്കാൻ നമ്മുടെ ഗവൺമെന്റ് ഒരിക്കലും സംഭവിക്കുക. അത് ഏത് ഗവൺമെന്റ് ആയാലും, നോ പൊളിറ്റിക്കൽ അജണ്ട ബിഹൈൻഡ് ഇറ്റ്. ഏത് ഗവൺമെന്റ് ആയാലും ദേ ഗോട്ട് ടു ടേക്ക് ദിസ് കൈൻഡ് ഓഫ് ആൻ ആക്ഷൻ. ദാറ്റ് ഈസ് വാട്ട് നമ്മുടെ ഇന്നത്തെ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ആക്ഷൻ. അതാണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഞാൻ ന്യൂസ് ഇപ്പൊ കാണുന്ന സമയത്ത് എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർമിക്ക് വിട്ടുകൊടുത്തു. യു ക്യാൻ ടേക്ക് ദ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ആർമി ഈസ് ദ റൈറ്റ് പീപ്പിൾ ടു നോ ദർക്ക് എന്താണ് അപ്പുറത്തുള്ളത്, എന്തായിരിക്കും ഇതിന്റെ ആഘാതങ്ങൾ, അപ്പുറത്ത് നമ്മൾ എവിടെ അടിക്കണം, എന്തടിക്കണം. പിന്നെ കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്ന ഒരു സീൻ, ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരാണ് ഇവരുടെ എല്ലാം കൂറുള്ള മണ്ണ്. ഈ ടെററിസത്തിന്റെ കൂറുള്ള മണ്ണെന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരാണ്. എന്നെ സംശയിക്കരുത്. അവിടെ എന്ന് വെച്ചാൽ ISIക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇവരുടെ എല്ലാം ക്യാമ്പുകൾ ഇവിടെയാണ്. അപ്പൊ ഈ ക്യാമ്പുകളെ തകർക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം തകർത്തിട്ടുമുണ്ട്. പക്ഷെ എങ്കിലും പിന്നെ അവിടെ വന്നുകൊണ്ടിരിക്കും. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. അവിടെ പാവപ്പെട്ട ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യത്തെ ഒരു മിലിറ്ററി മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും there will be an intrusion into the Pakistan occupied Kashmir. അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അത് നടക്കുന്ന എവിടെയാണ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത്, പൂഞ്ച് രജോറി സെക്ടർ കൂടെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ലാഹോറിലേക്ക് എത്തും, ഇസ്ലാമാബാദിൽ. അപ്പം ആ സൈഡിൽ വളരെയധികം കോൺഷ്യസ് ആയിട്ടായിരിക്കും അവിടെ പാകിസ്ഥാൻകാർ നിൽക്കുന്നത്. പക്ഷെ ഇപ്പുറത്ത് ഗിൽഗിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കാർഗിൽ, അതിൻ്റെ അപ്പുറത്തുള്ള ഗിൽഗിറ്റ്, ഈ സ്ഥലങ്ങളിലെല്ലാം താഴത്തോട്ടിങ്ങ് വന്ന് ഷോപ്പിയാൻ ഏരിയ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കിടന്നാൽ സിവിൽ ജനവാസത്തിന് വലിയ ഇമ്പാക്ട് ഒന്നും വരില്ല. അപ്പം കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും? പൂഞ്ച് രജോറി സെക്ടറിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദേ ഗോട്ട് ടു പ്രൊട്ടക്ട് ദ സിവിലിയൻസ്. ഇപ്പുറത്ത് ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു ആക്സസിലുള്ള ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കയറുന്നു എന്ന് കാണുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും പാകിസ്ഥാൻ വിൽ തിങ്ക് ട്വൈസ്. എന്താ ആ പ്രതീക്ഷയും അപ്പം അവരുടെ കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് മാറ്റിയാൽ അവരുടെ കോൺസെൻട്രേഷൻ ഇവിടെ ഡൈലൂട്ട് ആവും. അതെവിടെ? പൂഞ്ച് രജോറി, അഖ്നൂർ, സുന്ദർബനി, അതുപോലെ തന്നെ ഈ സെക്ടറിൽ നഗ്രോട്ട, ആ സെക്ടറെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ വീക്കാവും. അത് ശരി. അവിടെ വീക്കായാലും ഏത് സൈഡിൽ വീക്കാവുന്നോ ആ സൈഡിന് നമ്മൾ ആദ്യമേ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഏത് സൈഡാണ് നമ്മുടെ സൈഡിൽ വീക്ക് ഉള്ളത് ആ സൈഡിനെ സ്ട്രെങ്തൻ കൊടുത്തുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു മൂവ്മെന്റ്. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ എന്ന് ഓർത്ത് ചെയ്തു പോയത്. പാകിസ്ഥാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ മിണ്ടാതിരിക്കില്ല എന്നാണ് പാക് മന്ത്രി അസ്മ സയ്യിദ് ബുഖാരി ഇന്ന് പ്രതികരിച്ചത്. അഭിനന്ദൻ വർദ്ധമാൻ സംഭവം ഓർമ്മിപ്പിക്കുകയാണ് മന്ത്രി. അന്ന് അഭിനന്ദനെ ചായ കൊടുത്തു വിട്ടു. ഇനി വിട്ടാൽ പാക് സൈന്യത്തിന് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാമെന്നും അസ്മ സയ്യിദ് ബുഖാരി പറഞ്ഞു. അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിയുടെ തനി കൊണ്ടു കരഞ്ഞുട കേട്ടോ. फॉल्स फ्लैग है यकीनन, और हमेशा की तरह एक बुजदिली का मुजाहरा जो भारत करता है वो कर रहा है कि उसका इल्जाम जो है वो पाकिस्तान पे डाल रहा है. और उसके बाद मैंने सुना है कुछ गिद्दड़ भपकियां भी दी जा रही हैं. ഇതൊരു മനോവൈകല്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ്, ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കിസോഫ്രീനിയ. तो मैं तो सिर्फ इतना कहना चाहती हूँ कि हमारी चाय है बहुत अच्छी, लेकिन हम हर दफा नहीं पिलाया करते. ये एक आधी दफा कोई मेहमान आए तो उसको चाय पिला देते हैं, എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? लेकिन उसके बाद अगर मेहमान ज्यादा जो है वो मस्ती करने की कोशिश करे तो फिर उसको जवाब देना
पाकिस्तान की फौज को, पाकिस्तान की आवाम को बहुत अच्छे से आता है. നീ ഒന്നും പണയണ്ട. ദൂരെ കടുകുപൂത്ത മഞ്ഞപ്പാടങ്ങൾ, ആപ്പിൾ പൂക്കൾ, മഞ്ഞുമലകൾ. ഈ ഭൂമിയിൽ ഒരു പാരഡൈസ്, ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഈ താഴ്വാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചൊരു സ്ഥലത്താണ്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. മനുഷ്യരക്തത്തിന് നടുവിൽ ഒരു പെൺകുട്ടി അനാഥം എന്ന വാക്കിന്റെ പ്രതീകം കണക്കെ പ്രിയപ്പെട്ടവര് ചാരെ മൗനമായിരിക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ കൂടി ഒന്ന് കാണാനാവില്ല. ആ നിശബ്ദ വേദനയ്ക്ക് എന്തൊരാഴമാണ്. നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. ആ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളകൾ മിണ്ടാതെ പറയുന്നുണ്ട്, 6 നാൾ മാത്രം നീണ്ടൊരു മധുവിധ മധുരം. ആർത്തുകരയാൻ പോലും പാങ്ങില്ലാത്ത പകപ്പിൽ, ആ ഇരിപ്പിൽ നിശബ്ദം, നിസ്സഹായം, ഇടനെഞ്ചിലൂടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വിഷം തേച്ച ഇരുമ്പാണികൾ അറഞ്ഞു കയറ്റും പോലെ കൊത്തിവലിക്കുന്നുണ്ട് ആഘാത വേദന. ഈ രാജ്യത്തിന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം മറക്കാവതാണോ? വൈധവ്യങ്ങൾ, പുത്രദുഃഖങ്ങൾ, അനാഥരായ മക്കൾ, ആ 29 പേരുടെ ജീവത്യാഗത്തിന് കാരണക്കാരായ ചെകുത്താന്റെ മക്കൾക്ക് സ്വപ്നത്തിൽ പോലും മാപ്പ് എന്ന വാക്ക് മിണ്ടാവതാണോ, പൊറുക്കാവതാണോ? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. അന്ന് പത്താൻകോട്ടിൽ, പുൽവാമയിൽ, ഉറിയിൽ, അമർനാഥിൽ, റിയാസിയിലൊക്കെ കുരുതുകൾക്ക് ശേഷം പറഞ്ഞ പോലെ അടിച്ചുവെച്ച മട്ടിലാണ് റെഡിമെയ്ഡ് പ്രതികരണം. ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ പറച്ചിൽ. വെറും വ്യാജ വർത്താനം. അലങ്കാരം പോലെ അയൽ രാജ്യത്തിന് അനുശോചനം. ആർക്ക് വേണമടോ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. നിങ്ങളുടെ ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്ക് മിസ്റ്റർ ഷഹബാസ് ഷരീഫ് അഥവാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. സൈന്യത്തോട് നേർക്കുനേർ നിൽക്കാൻ ധൈര്യമില്ലാത്ത പേടിത്തൂറികൾ. മര്യാദയ്ക്ക് സംസാരിക്കണം. പോക്കെടുത്ത് നിരായുധരായ സാധാരണക്കാരെ കൊന്നൊടുക്കിയതിന്റെ സൂത്രധാരൻ സൈഫുള്ള കസൂരി ഹാഫിസ് സയ്യിദിന്റെ വലം കൈയാണെങ്കിൽ, ഇന്ത്യ വിരോധം കൊണ്ട് പിഴച്ചു പൊളിച്ച പാക് പട്ടാളത്തിന്റെ തലച്ചോറാണെങ്കിൽ, ISIയുടെ സാമന്തനാണെങ്കിൽ, ഞങ്ങൾക്ക് പങ്കില്ലെന്ന പച്ചക്കള്ളം പാകിസ്ഥാനെ പോയി പള്ളി പറ. മറന്നവരാണ് നിങ്ങൾ. പരാജയത്തിൽ ഉളുപ്പില്ലാതെ മുട്ടുകുത്തി ജീവന് വേണ്ടി തണ്ടിയ മേധാവി നിയാസയെ ഞങ്ങൾ വെറുതെ വിട്ട നാണം കിട്ട ചരിത്രം. കാർഗിൽ തിരിച്ചോട്ടം, ബലാക്കോട്ടിന്റെ നീലാകാശ് നിറഞ്ഞ മിറാഷ് വിമാനങ്ങൾ, താഴെ ചാമ്പലായി ചത്തുമലച്ചു കിടന്ന ഹാഫിസ് സയ്യിദ് അടവച്ചിറക്കിയ അന്തകവിത്തുകൾ, മരണവക്താക്കൾ ഒക്കെയും മറന്നതാണെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്കുക ആവർത്തന ചരിത്രം. ചോര കൊണ്ട് അശനിവാദം. ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവി ഉണ്ടല്ലോ. ഇന്ത്യ വിരോധം തലക്ക് പിടിച്ച് വട്ടായൊരുത്തൻ അസീം മുനീർ, അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം. ചെറുക്കാമെങ്കിൽ ചെറുക്ക്. അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ, വീണവന്റെ മതം ചെയ്യാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ, വിനാശകാലെ നിങ്ങൾ ചിന്തിയത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ, കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും ആയുഷണ്ണി കാത്തിരുന്നോ? വരുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് റഫാൽ മിറാഷ് തീർക്കുന്ന വെടിക്കെട്ട്. ഇപ്പോൾ എന്തായി? കൊറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീമഴ പെയ്യിക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി, കൂടെ പറന്ന ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിന്റെ സംഹാര ശക്തി. ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.